വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്നിവിടെ ആരുടെ ബർത്ത്ഡേക്ക് വന്നേ? മോൻസ് പാപ്പന്റെ ബേബിയുടെ മോളുടെ പേരെന്നാ? ആഗ്നസ്. എന്നാ ആഗ്നസിന്റെ ബർത്ത്ഡേക്ക് വന്നല്ലേ? അപ്പം നമുക്ക് ബർത്ത്ഡേ പാർട്ടികളൊക്കെ കാണാന്ന് പറ. കാണാവേ. അവിടെ ഞങ്ങൾ ഹോളിലേക്ക് കയറി ചെന്നപ്പോഴത്തേക്കും അവിടെ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഇൻട്രോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഹെൽമോൾ അപ്പോഴും തണുപ്പൊക്കെ ആയിട്ട് സെറ്റ് എടുക്കണമെന്ന് പറഞ്ഞു. ഇതായിരുന്നു ആ സ്റ്റേജിൻ്റെ ഒരു സെറ്റിങ്സ്. അടിപൊളിയായിട്ട് സ്റ്റേജ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ലവ് എന്ന് എഴുതിയേക്കുന്നിടത്തായിരുന്നു കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരുന്നത്. ആൻഡ്രിയ മോളാണ് ഓടിപ്പോയിട്ട് എന്തൊക്കെയോ സെറ്റ് ചെയ്യുമ്പോൾ അവിടെ. പിന്നെ ഹെൽമോൾ തണുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റേജിൻ്റെ അവിടെ പോയിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ജാക്കറ്റൊക്കെ ഇട്ട് ഞങ്ങൾ സെറ്റായി. ഇച്ചു ജാക്കറ്റ് എടുക്കാൻ പോയേക്കുമായിരുന്നു. അപ്പോൾ കേക്ക് വന്നില്ലായിരുന്നു. ഞങ്ങളെല്ലാവരും കേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഈ ഇരിക്കുന്നതാണ് ബർത്ത്ഡേ ഗേൾ ആഗ്നസ് മോള്. ആ മോളുടെ നല്ല ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം. കാരണം എനിക്ക് ആ സൈഡിൽ നിന്ന് കിട്ടിയുള്ളൂ വ്യൂ. അപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ വരുന്നു. ഓരോരുത്തരൊക്കെ മോൻസിയേട്ടൻ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വെൽക്കം ചെയ്യുന്നു. പിന്നെ അമ്മയും നിശ്ചയിച്ചൊക്കെ അവിടെ നിന്നിട്ട് എന്തൊക്കെയാണ് നോക്കി വർത്താനൊക്കെ പറഞ്ഞിപ്പുണ്ട്. ഇതാണ് മോൻസിയേട്ടൻ്റെ അമ്മ. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾ പോയത് കൊച്ചിൻ്റെ പപ്പായും അമ്മയൊക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം കേട്ടോ. അവരൊക്കെ ഇനി വരുന്ന വീഡിയോയിലേക്ക് വരുന്നതേ ഉള്ളൂ. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് തന്നെ ഞാൻ ഹേബൽ കൂട്ടനെ മോൻസ് ചേട്ടൻ്റെ അനിയനായ മോബിയുടെ കയ്യിലേക്ക് കൊടുത്തു. അവിടെ സജു ചേട്ടനും ലിൻഡുവും ഒക്കെ ഇരുന്ന് വർത്താനം പറയുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിനെ പറ്റി ആദ്യമായിട്ട് കേൾക്കുമായിരുന്നു ആക്ച്വലി. സോ ഇവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ ഇവരൊക്കെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ വരുന്നതോടുകൂടി കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇതാണ് നിഷ ചേച്ചി, ഇതാണ് കുഞ്ഞിൻ്റെ അമ്മ. നിഷ ചേച്ചി എന്നോട് ചോദിക്കുക ഹെലൻ എന്നാ പറ്റി. ഇതാണ് മോൻസ് ചേട്ടൻ്റെ അമ്മ. നാട്ടിൽ നിന്ന് വന്ന അമ്മ ഇപ്പം ഇവിടെയുണ്ട്. പിന്നെ ഇതൊക്കെ അവരുടെ അയൽവക്കത്തൊക്കെ ഉള്ളവരൊക്കെയാണ്. ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. സമയം അപ്പോൾ 8 മണി കഴിഞ്ഞായിരുന്നു. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ എത്തുമ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളെത്തുന്ന കേക്ക് കട്ടിങ് ഒക്കെ കഴിയുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ എന്തായാലും കേക്ക് കട്ടിങ് ഒന്നും കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ എന്നാ പറയുന്നത് എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് കേക്ക് എത്തിയത്. അങ്ങനെ മോബിയുടെ കയ്യിൽ കുഞ്ഞ് സെറ്റാണ് ഹേബൽ. അത് കഴിഞ്ഞിട്ട് ഹേബലിനെ കൈമാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോൻസ് ചേട്ടൻ ഇങ്ങനെ ഓൾറൗണ്ട് ഇങ്ങനെ നടന്ന് എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ നോക്കുന്നു. ഞാൻ എന്തുകൊണ്ടാണ് വോയിസ് ഓവർ തരുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല മ്യൂസിക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മ്യൂസിക്കൊക്കെ ഇട്ടത് നമുക്ക് കോപ്പിറൈറ്റ് അടിക്കും. അപ്പോൾ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഇങ്ങനെ പറഞ്ഞ ടൈം അനുസരിച്ച് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ വീഡിയോയിൽ കാണുന്നില്ലല്ലോ, എന്നാൽ പിന്നെ ഇതൊരു സെൽഫി പോലെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സെൽഫി ആക്കിയതാണ്. അങ്ങനെ അതാണ് ലിൻഡു. ഇപ്പോൾ ഹായ് പറഞ്ഞാണ് ലിൻഡുവിന് റീസെൻ്റ്ലി ഒരു കുഞ്ഞുവാവ ഉണ്ടായി. പിന്നെ മോബി വീട്ടിലേക്ക് അത്യാവശ്യത്തിന് എന്തോ പോയപ്പോഴത്തേക്കും ഹേബൽ കൂട്ടനെ ഷിജോയുടെ കയ്യിൽ കൊടുത്തു. അപ്പം 2-3 പേര് ഇതാണ് കുഞ്ഞാവ ബർത്ത്ഡേ ഗേൾ ആഗ്നസ് ബേബി. അപ്പം അമ്മ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ട് അങ്കിളിനെ ആൻറ്റിയെയും പിള്ളേരെയൊക്കെ വിളിച്ച് നിർത്തി വീഡിയോ എടുക്കാൻ നിൽക്കുമായിരുന്നു. അങ്ങനെ ഈ അങ്കിളൊക്കെ മോൻസ് ചേട്ടനൊക്കെ വീണ്ടും തൊട്ടടുത്തുള്ള അങ്കിളും ആൻറ്റിയൊക്കെയാണ് കേട്ടോ നാട്ടിൽ. ഇവിടെയും ഒരു അത്യാവശ്യം അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഒരു 15 മിനിറ്റ് ദൂരമേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു. ഒരു സ്ഥലത്ത് ഇങ്ങനെ മ്യൂസിക് ഓടിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. പിള്ളേരും എല്ലാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. ഇത് ലിജോ ചേട്ടൻ്റെ കുഞ്ഞാവയാണ്. എനിക്ക് ഇത്രയൊക്കെ കിട്ടിയുള്ളൂ കുഞ്ഞിനെ ശരിക്കും പറഞ്ഞാൽ. ഇത് ലിജോ ചേട്ടൻ്റെ കുഞ്ഞാവ. കുഞ്ഞാവയ്ക്ക് 1 വയസ്സായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആയിട്ടുണ്ടാവാൻ വഴിയില്ല. ഒരു 7 months 8 months ആയിട്ടുണ്ടാവുള്ളൂ. പിന്നെ ഇതൊരു വലിയ പാട്ടുകാരനാണ് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ പാട്ടിനെയും വരുന്നതേ ഉള്ളൂ. അങ്ങനെ പിള്ളേരെല്ലാവരും കളിക്കുന്നു, ചിരിക്കുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ.
ഇനിയിപ്പം കേക്ക് മുറിക്കാനായിട്ടുള്ള ഒരു സജ്ജീകരണങ്ങളൊക്കെ ചെയ്യുക. ആഗ്നസ് ബേബിക്ക് ഇട്ടിരുന്ന ഒരു ചിറകും അങ്ങനെ ഒരു മാലാഖയെ പോലെയായിരുന്നു കേട്ടോ അവൾ. പിന്നെ ഒത്തിരി രസമായിരുന്നു. പിള്ളേരെല്ലാം ബലൂണൊക്കെ എടുത്ത് എൻജോയ് ചെയ്യുന്നു. അടുത്ത് ബലൂൺ പൊട്ടുന്നു. ഹെലമോടെ കയ്യിലും ഒരു ബലൂണുണ്ട്. ഹെലമോളും ഇങ്ങനെ കേക്കൊക്കെ സെറ്റ് ചെയ്യുന്നതൊക്കെ കാണുക. നല്ല സൂപ്പർ കേക്കായിരുന്നു കേട്ടോ. കാണാനൊക്കെ നല്ല രസമായിരുന്നു. അതിൽ ആഗ്നസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ കൊച്ചിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തത്. അങ്ങനെ ഹെലമോളും കുറേ ബലൂണൊക്കെ ഇവിടുന്ന് പെറുക്കിക്കൊണ്ട് വന്ന് കളിക്കുന്നതാണ് കാണുന്നത്. അപ്പോഴത്തേക്ക് AC ഒക്കെ ഓഫ് ചെയ്തായിരുന്നു. പക്ഷേ ഹെലമോൾ അത്ര ഹാപ്പി ആയിരുന്നില്ല. കാരണം അവൾക്ക് ഇവിടുന്ന് പോയപ്പോൾ തന്നെ ടയേർഡായിരുന്നു, ഉറങ്ങുമായിരുന്നു. പിന്നെ ഞാൻ ക്യാമറ ചുണ്ടേ കൊടുത്തിട്ട് ഞാൻ അവിടെ കൊണ്ട് കുറച്ച് നേരം ഇരുന്നു. മെയിൻലി ഞാൻ ഈ ക്യാമറ കൊണ്ടൊക്കെ നടന്നേക്കും പുള്ളിക്കാരി എൻ്റെ പുറകെയൊക്കെ നടന്ന് അപ്പടി ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അങ്ങനെ ഒരു തരത്തിലാണ് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് എടുത്തത്. ഇതാണ് മോൻസിച്ചേട്ടൻ്റെ അമ്മ. ഇത് അയൽവക്കത്തുള്ള ആൻറ്റിയാണ്. അങ്ങനെ നിശ്ചയിച്ചിട്ട് കയ്യിൽ കുഞ്ഞിപ്പെണ്ണെത്തി. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അതുകൊണ്ട് വീഡിയോയ്ക്ക് എനിക്ക് കറക്റ്റായിട്ട് അവളെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കേക്ക് മുറിക്കാനുള്ള സമയം എത്തി. ഇനിയിപ്പോൾ കേക്ക് മുറിക്കലാണ് അടുത്ത പരിപാടി. അപ്പോൾ അവിടുത്തെ AC ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യുക അവർ. കാരണം കുഞ്ഞിനെ എവിടേക്ക് കയറ്റുമ്പോഴത്തേക്കും ഭയങ്കര AC ഒക്കെ ആയതുകൊണ്ട് ആ മ്യൂസിക്കും AC ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യുവാണ് അവർ. അങ്ങനെ ഷിജുവയുടെ കയ്യിൽ ഹേവലൂട്ടൻ നല്ല സൂപ്പറായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ പിള്ളേർക്കൊക്കെ തൊപ്പിയും BPയും ഒക്കെ കൊടുത്ത് വിടുന്നു. അങ്ങനെ എല്ലാവരും അതൊക്കെ തലയിൽ വെച്ചിട്ട് കേക്ക് മുറിക്കുന്നതിന് വേണ്ടിയുള്ള റെഡിയാകലാണ് കാണുന്നത്. ഇതിൽ വന്ന എല്ലാവരും ഒന്നും നമുക്കറിയില്ല. എന്നാലും കുറച്ച് പേര് ഫാമിലി മെമ്പേഴ്സുണ്ട്, കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ്. നമ്മളൊക്കെ ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റിലാണുള്ളത്. അപ്പം ടിജോയുടെ ഫ്രണ്ടാണ് മോൻസിച്ചേട്ടൻ. പിന്നെ നിശ്ചയിച്ച് നേഴ്സാണ്. അപ്പോൾ അങ്ങനെ ഒരു പത്തനംതിട്ടയാണ് നാട്ടിൽ. അങ്ങനെ ആണ് ഇവരെ നമുക്ക് പരിചയം. നമുക്ക് കുറേ നാളുകൊണ്ട് ഇവരെ അറിയാം. അങ്ങനെ ഹേവലുകുട്ടൻ ഷിജോയുടെ കയ്യിൽ നിന്ന് വേറൊരു ചേച്ചിയുടെ കയ്യിലേക്ക് പോയി. ചേച്ചിക്കാണെങ്കിൽ ചേച്ചിയാണ് എടുത്ത് വെച്ച് ഹേബലിനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുക. അവനെ ഫുള്ള് കളിപ്പിക്കലായിരുന്നു കുറേ നേരത്തേക്ക്. ഹേബൽ ഇങ്ങനെ ആൾക്കാരുടെ കൈവഴി ഇങ്ങനെ കറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അവന് പലരെയും അറിയത്തില്ല. പക്ഷെ എന്നാലും അവൻ എല്ലാവരുടെയും കൈക്കൂടെ ഓൾമോസ്റ്റ് എന്നെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാണ്ട് അവൻ അത്യാവശ്യം ഹാപ്പിയായിട്ട് എല്ലാവരുടെയും കൈക്കൂടെ പോയി. One year has already gone by. This little girl has brought so much joy, love and laughter into our lives, and we are so grateful to her. Agnes, you are our sunshine, and we can't wait to see all the amazing things you will do in the years to come. Now, I would like to invite Monsi uncle and family for cutting the cake of our precious little one, Agnes Liz Monsi.
കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞു. ചെറിയൊരു പ്രെയർ ഉണ്ടായിരുന്നു. നിഷ ചേച്ചിയും പിന്നെ ഒരു ആൻറ്റിയും പിന്നെ ഷിജോയും കൂടിയാണ് പാട്ടൊക്കെ പാടിയത്. അത്യാവശ്യം ഒരു കുഞ്ഞൊരു പ്രെയറായിരുന്നു. കുഞ്ഞിനെ എല്ലാവരും ഒന്ന് പ്രെയറിലെല്ലാം ഓർത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രെയർ കഴിഞ്ഞു. അമ്മയുണ്ട് കൂടെ പ്രെയറിന്. അങ്ങനെ എല്ലാവരും എഴുന്നേറ്റുന്നു. പ്രെയർ ഇനിയിപ്പോൾ എല്ലാം ഗിഫ്റ്റ് കൊടുക്കുന്ന സമയമാണ്. ഹെലമോളും ഹേഡാപ്പിയും കൊണ്ടുപോയി ഗിഫ്റ്റ് കൊടുത്തു. പിന്നെ അവിടെ ഓരോരുത്തരും വന്ന് പല പലതരത്തിലുള്ള പാട്ടുകൾ പാടുകയും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്തു. നല്ല പാട്ടുകളും ഡാൻസുകളൊക്കെ ആയിരുന്നു. ഈ പാട്ടുകളൊക്കെ ആക്ച്വലി മ്യൂസിക് ഇട്ട് പാടുന്നത് കൊണ്ട് നമുക്കിതൊക്കെ കോപ്പിറൈറ്റ് അടിക്കും. അത് കാരണമാണ് ഞാനിതൊന്നും ഇടാത്തതും വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് വന്ന് പാട്ട് പാടിയവരും ഡാൻസ് കളിച്ചവരെല്ലാം നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തത് എല്ലാവരും. കാരണം നമുക്കറിയാമല്ലോ യൂട്യൂബിൻ്റെ ഒരു പോളിസി പ്രകാരം നമുക്ക് ചെറിയൊരു മ്യൂസിക് പോലും നമ്മൾ വേറൊരാൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ടാണ് ഞാൻ ബർത്ത്ഡേയുടെ പാട്ട് പോലും നമുക്ക് ഇടാൻ പറ്റത്തില്ല. ആക്ച്വലി അതിന് കേക്ക് കട്ട് ചെയ്തതിന് ശേഷം എല്ലാവരും ഇങ്ങനെ കേക്ക് ഹെലമോൾ കേക്ക് കഴിക്കുന്നതാണ്. ഹെലമോൾ കേക്കിന് കൊണ്ട് ആക്ച്വലി ആദ്യം വഴക്കുണ്ടാക്കിയെങ്കിലും കേക്ക് കഴിച്ചില്ല. അതിൻ്റെ മുകളിലുള്ള ആ ഒരു ടോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ ചെറുക്കൻ കൊച്ച് പാട്ട് പാടുന്നിടത്ത് പോയി ഹെലനും പോയി നോക്കി നിന്നു. ആക്ച്വലി ഡാൻസ് കളിക്കാനെന്നും പറഞ്ഞ് പോയതാണ്, പക്ഷേ അവൾ ഡാൻസ് ഒന്നും കളിച്ചില്ല. അവിടെ പോയി കുറേ നേരം ആ പാട്ട് തീർന്നേരം വരെ അവിടെ നിന്നിട്ടിങ്ങ് പോന്നു. പിള്ളേരെല്ലാവരും അവിടെ ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല പാട്ടുകളായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പാടി.
ഉണ്ടായിരുന്ന കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൂടെ ഒരു മ്യൂസിക് ഇട്ട് കൊടുത്തും ഡാൻസ് കളിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ ഫുഡിൻ്റെ സമയമായി, എല്ലാവരും ഫുഡ് കഴിക്കാൻ പോവാണ്. അതാണ് കാണുന്നത് ഇപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുന്നത്. അവിടെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, ബീഫ് കറി ഉണ്ടായിരുന്നു, പിന്നെ വെജുകാർക്ക് വേണ്ടിയിട്ട് ഇടിയപ്പം, വെജ് കറി, പൊറോട്ട, അപ്പം, പിന്നെ നോർമൽ റൈസ്, ചിക്കൻ ബിരിയാണി, അങ്ങനെ പല പല ചപ്പാത്തി, അങ്ങനെ പല വെറൈറ്റി ഓഫ് ഫുഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനും ഇച്ചിരി റൈസും, പിള്ളേർക്ക് വേണ്ടി ഞാൻ ഇച്ചിരി റൈസും 2 പീസ് ചിക്കനും എടുത്തുള്ളൂ. പിന്നെ കുട്ടികൾക്ക് കൊടുത്തതിന് ശേഷം ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ തന്നെ സ്വീറ്റ്സും ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു. ഞങ്ങളെല്ലാവരും തന്നെ നല്ലപോലെ ഫുഡ് കഴിച്ചു, എൻജോയ് ചെയ്തു. ഈ സാരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ആക്ച്വലി ഇതിന് ചേരുന്ന ബ്ലൗസ് എനിക്കില്ലായിരുന്നു, പക്ഷേ ഇതിനൊരു ചെറിയ മെറൂൺ കോമ്പിനേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ഈ ബ്ലൗസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്താണ്. എനിക്ക് സാരി ഇഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞു കേട്ടോ. ആക്ച്വലി പിന്നെ ഹെറമോൾ വന്ന ഹെറമോടെ കോസ്റ്റ്യൂം, ഈ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു ഉടുപ്പ്, ആയിരുന്നു ഹേവലുവിൻ്റെ ഗെറ്റപ്പ് ഇന്നത്തെ ബർത്ത്ഡേ പാർട്ടിക്ക്. വേണ്ടേ, ഇതൊരു കുഞ്ഞ് ഒരു ഉടുപ്പാണ്. ഇതിൽ ടൈ ഒക്കെ ഇതിൽ ഓൾറെഡി കിട്ടിയിരിക്കുന്ന സാധനമാണ്. ഇത് സിംഗിളായിട്ട് വന്നേക്കുന്ന ഒരു ഐറ്റമാണ്, അല്ലാതെ ഓവർകോട്ടൊന്നുമല്ല. അടിപൊളി ഡ്രസ്സാണ്. ഇതായിരുന്നു ഹേവലിൻ്റെ അറ്റയർ ഇന്നത്തെ കോസ്റ്റ്യൂം, ഗ്രീൻ കളറ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമന്റ്